ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ACC 15-ൻ്റെ 11-ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. സാമ്പത്തിക ബന്ധത്തിലെ നീതി നിർവഹണം. ഈ വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് മുമ്പ് രണ്ട് വാക്കുകൾ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട്. ആദ്യത്തേത് സമ്പത്താണ്, രണ്ടാമത്തേത് നീതി നിർവഹണമാണ്. എന്താണ് സമ്പത്ത്? ഇടപാടുകൾക്ക് ഉപയോഗിക്കാവുന്ന രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യാവുന്ന മൂല്യവത്തായ സാമ്പത്തിക ആസ്തികളുടെയോ ഭൗതിക സ്വത്തുക്കളുടെയോ സമൃദ്ധിയാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അതുപോലെ നീതി നിർവഹണം, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ നിയമ സംവിധാനം നടപ്പിലാക്കുന്ന പ്രക്രിയയാണിത്. അപ്പോൾ ഈ സാമ്പത്തിക ബന്ധങ്ങളിലെ നീതി നിർവഹണം എന്ന് പറയുമ്പോൾ നിയമവ്യവസ്ഥയ്ക്ക് അനുസൃതമായി നാം നടത്തുന്ന കൊടുക്കൽ വാങ്ങലുകൾ നീതിപൂർവമായിരിക്കണം എന്നർത്ഥം. എല്ലാ ബന്ധങ്ങളിലും നീതി നിർവഹണം അനിവാര്യമാണ്. എന്നാൽ സാമ്പത്തിക കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. 3 പ്രധാന അടിസ്ഥാന പ്രമേയങ്ങളാണ് ഈ അധ്യായത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആദ്യമായി തന്നെ ഉടമസ്ഥത, ഓണർഷിപ്പ്. ഒരാൾക്ക് തൻ്റെ അധീനതയിലുള്ള വസ്തുവിനെ സംബന്ധിച്ചിട്ടുള്ള പലതരത്തിലുള്ള അവകാശങ്ങളുടെ സമാഹാരമാണ് ഓണർഷിപ്പ് അഥവാ ഉടമസ്ഥത എന്ന് പറയുന്നത്. അത് പലതരത്തിൽ ഈ ഓണർഷിപ്പ് ഉടമസ്ഥതയുണ്ട്. അത് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥത അത് കൈവശം വയ്ക്കാം, ഉപയോഗിക്കാം, ഉപയോഗിച്ച് തീർക്കാം, ഉപേക്ഷിക്കാം, പണയപ്പെടുത്താം, വിൽക്കാം, നശിപ്പിക്കാം. ഇതൊക്കെ ആ വസ്തുവിനെ സംബന്ധിച്ചുള്ള ഉടമയുടെ അവകാശമാണ്. അതൊരു സ്ഥിരമായ അവകാശമാണ്. എന്നാൽ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പൂർണ്ണ അധികാരവും അവകാശവും ഉടമസ്ഥന് അത് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് ഉടമസ്ഥതയും കൈവശം വയ്ക്കലും രണ്ടും രണ്ടാണ്. ഒരു വസ്തു കൈവശം ഇരിക്കുന്നു എന്നതുകൊണ്ട് കൈവശക്കാരൻ എപ്പോഴും ഉടമസ്ഥനാകുന്നുമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു വസ്തു മോഷ്ടിച്ച ഒരു വസ്തു കളഞ്ഞു കിട്ടിയത് കൈവശമുണ്ടെങ്കിലും ഉടമസ്ഥാവകാശം ലഭിക്കുന്നില്ല. കാരണം അതിന് ഒരു യഥാർത്ഥ ഉടമയുണ്ട്. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച് ഉടമ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനല്ലാതാകുന്നുമില്ല. എന്നാൽ വസ്തുക്കൾ മാത്രമേ ഉടമസ്ഥാവകാശത്തിൻ്റെ പരിധിയിൽ വരുന്നുള്ളൂ. വ്യക്തികളെ ആർക്കും ഉടമസ്ഥതയുടെ കീഴിൽ ആക്കാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് സ്ലേവറി തെറ്റാണെന്ന്, അതായത് അടിമത്തം തെറ്റാണെന്ന്, അടിമ വ്യവസ്ഥിതി തെറ്റാണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാതാപിതാക്കൻ മക്കളുടെ ഉടമസ്ഥരല്ല, അവർ രക്ഷാകർത്താക്കളാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ ഫോമൊക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഗാർഡിയൻ എന്ന് മാതാപിതാക്കന്മാരുടെ സ്ഥാനത്ത് എഴുതുന്നത്. ഉടമസ്ഥർ എന്നല്ലല്ലോ എഴുതുന്നത്, ഗാർഡിയൻസ് എന്നാണ് എഴുതുന്നത്. ഇനി നമ്മൾ വിവിധ തരം ഉടമസ്ഥതകളുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒന്നാമതായി അത് പലതരത്തിൽ നമുക്ക് ഈ ഉടമസ്ഥത തിരിക്കാൻ പറ്റും. ഒന്നാമതായി സ്വകാര്യ ഉടമസ്ഥത. ഒരു വ്യക്തിയുടെയോ ഒരു കൂട്ടം വ്യക്തികളുടെയോ ഉടമസ്ഥതയാണ് ഈ സ്വകാര്യ ഉടമസ്ഥത എന്ന് പറയുന്നത്. രണ്ടാമതായി പൊതു ഉടമസ്ഥത. രാജ്യത്തിൻ്റെയോ സമൂഹത്തിൻ്റെയോ ഉടമസ്ഥതയാണത്. ഉദാഹരണം പറഞ്ഞാൽ റോഡുകൾ, പാലങ്ങൾ, സംരക്ഷിത വനങ്ങൾ, അണക്കെട്ടുകൾ, ഇതൊക്കെ പൊതുവായ ഉടമസ്ഥതയിലുള്ളതാണ്. മൂന്നാമതായി പറയുമ്പോൾ സാർവത്രികമായ ഉടമസ്ഥതയുള്ള വസ്തുക്കളുണ്ട്. അതായത് സൂര്യപ്രകാശം, വായു, കടലിലെ ജലം, ഇത് ആർക്കും എപ്പോഴും ഉപയോഗിക്കാവുന്നവയായാൽ അത് സാർവത്രികമാണ്. ആർക്കും അവയുടെ മേലെ വ്യക്തിപരമായ അവകാശമില്ല. അടുത്തതായി വ്യക്തിപരമായ ഉടമസ്ഥതയിലുള്ള വസ്തുക്കളുണ്ട്. അത് നമ്മുടെ സ്വന്തം ശരീരം, ജീവന്, നമ്മുടെ കഴിവുകൾ, അതൊരു വ്യക്തിയുടെ സ്വന്തം അവകാശ ഉടമസ്ഥയിലും പെട്ടതാണ്. മൗലികമായ ഉടമസ്ഥാവകാശമില്ല. ഇവയുടെ കാര്യസ്ഥൻ മാത്രമാണ് നമ്മൾ ഈ അവസരത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. ഇനി ഭൗതിക വസ്തുക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൗതിക വസ്തുക്കളെ രണ്ടായിട്ട് നമ്മൾ തിരിച്ചിരിക്കുന്നുണ്ട്. സ്ഥാവര ജംഗമ വസ്തുക്കൾ എന്നാണല്ലോ പറയാറുള്ളത്. എന്താണ് ജംഗമ വസ്തുക്കൾ?
ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാവുന്നവയാണ് ഭൗതിക വസ്തുക്കളിലെ ജംഗമ വസ്തുക്കൾ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമ്മളെ വീട്ടിലെ ഉപകരണങ്ങൾ, നമ്മുടെ വാഹനങ്ങൾ, പണിയായുധങ്ങൾ, ഇതൊക്കെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ്. അതിനെല്ലാം ജംഗമ വസ്തുക്കൾ എന്ന് പറയും. സ്ഥാവര വസ്തുക്കൾ എന്ന് പറയുന്നത് സ്ഥിരമായവയാണ്. അത് അതിൻ്റെ സ്വഭാവത്തിന് മാറ്റം വരുത്താൻ കഴിയുകയില്ല. അത് ഒരു സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സ്ഥലത്തുള്ള വസ്തു അതിനെ മാറ്റാൻ കഴിയുകയില്ല. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഭൂമി, ഒരു മല, അല്ലെങ്കിൽ നമ്മുടെ പണിത വീട്, വലിയ കെട്ടിടങ്ങൾ, വൻ നിർമ്മിതികൾ, ഇതൊന്നും നമുക്ക് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് അതിനെ സ്ഥാവര വസ്തുക്കൾ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഒരാൾക്ക് ഈ ഉടമസ്ഥത ലഭിക്കുന്നത്? അത് പല വിധത്തിലുണ്ട്. അത് 4 തരത്തിൽ ഈ ഉടമസ്ഥതയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒന്നാമതായി കൈവശപ്പെടുത്തൽ, അത് ഓക്യുപ്പൻസി. 2 കൂട്ടിച്ചേർക്കൽ, അസഷൻ. 3 കാലഹരണപ്പെടൽ, പ്രിസ്ക്രിപ്ഷൻ. 4 ഉടമ്പടി, കോൺട്രാക്റ്റ്. ഈ 4 തരത്തിലാണ് ഉടമസ്ഥാവകാശം ലഭിക്കുന്നത്. അത് ഓരോന്നും നമുക്ക് വിശദമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി കൈവശപ്പെടുത്തൽ, ഓക്യുപ്പൻസി. ഉടമസ്ഥരില്ലാത്ത ഒരു വസ്തു കൈവശപ്പെടുത്തുന്ന വഴി ഒരാൾക്ക് ആ വസ്തുവിൻ്റെ മേൽ ഉടമസ്ഥത ലഭിക്കുന്ന രീതിയാണ് ഈ കൈവശപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇത് 3 തരത്തിൽ ഈ കൈവശപ്പെടുത്തൽ നടക്കാം. ഒന്നാമതായി ഉത്തമ വിശ്വാസത്തിൽ, ഗുഡ് ഫെയ്ത്ത് എന്ന് പറയും. അതായത് ഒരു വസ്തുവിന് ഉടമയില്ല എന്ന ഉത്തമ ബോധ്യത്തിൽ ആ വസ്തുവിനെ കൈവശപ്പെടുത്തുന്നതാണ് ഉത്തമ വിശ്വാസത്തിലുള്ള കൈവശപ്പെടുത്തൽ എന്ന് പറയുന്നത്. രണ്ടാമതായി ബാഡ് ഫെയ്ത്തിലാണ്, അധമ വിശ്വാസമാണ്. വസ്തുവിന് ഉടമ ഉണ്ടോ ഇല്ലയോ എന്ന് സംശയമുള്ള സാഹചര്യത്തിൽ കൈവശപ്പെടുത്തുന്നതാണത്. സംശയം ദൂരീകരിച്ചതിന് ശേഷം മാത്രമേ ആ വസ്തു കൈവശപ്പെടുത്താവൂ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പൊതുമുതലിൻ്റെ പരിധിയിൽ വരുന്നത് ഒന്നും സ്വന്തമാക്കിക്കൂടാ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക. കൈവശപ്പെടുത്തൽ നിയമാനുസൃതമായിരിക്കുകയും വേണം. അതിന് എങ്ങനെയാണ് ഈ നിയമാനുസൃതമായ രീതിയിൽ നമുക്ക് വസ്തുവിനെ കൈവശപ്പെടുത്താൻ കഴിയുക? അത് ഒന്ന്, വസ്തു സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് സാധുത ഉള്ളതായിരിക്കണം. പൊതു ഉടമസ്ഥതയിലുള്ളത് സ്വന്തമാക്കാൻ അവകാശമില്ല. ഉദാഹരണം പറഞ്ഞാൽ ഒരു സർക്കാർ ഭൂമിയാണ്. അത് എത്ര വർഷം വേണമെങ്കിലും ഇങ്ങനെ ഉപയോഗിക്കാതെ കിടക്കുന്നെന്ന് വിചാരിച്ച് നമുക്ക് അതിൻ്റെ മേലെ അവകാശം പറയാൻ കഴിയുകയില്ല. അതുപോലെ തന്നെ ഈ മനുഷ്യ വ്യക്തികളെ ഒരു സാഹചര്യത്തിലും നമുക്ക് അവകാശപ്പെടുത്താൻ കഴിയുകയുമില്ല. രണ്ടാമതായി, വസ്തു യഥാർത്ഥത്തിൽ ഉടമസ്ഥനില്ലാത്തതായിരിക്കണം. സാഹചര്യങ്ങളിൽ നിന്ന് അത് നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് അന്വേഷിച്ച് അറിയാം. മനസാക്ഷിക്ക് ബോധ്യമുണ്ടായിരിക്കണം അത് ഒരു ഉടമസ്ഥനില്ലാത്തതാണ് എന്ന്. സംശയത്തോടുകൂടി ഒരിക്കലും ഒരു വസ്തു നമുക്ക് സ്വന്തമാക്കാൻ പറ്റത്തില്ല. മൂന്നാമതായി, സ്വന്തമാക്കാനുള്ളൊരു ഉദ്ദേശം ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കണം. ഉദ്ദേശമില്ലാതെ എടുത്താൽ ആ വസ്തു സ്വന്തമാക്കാൻ കഴിയുകയില്ല. ഇനി കൈവശമാക്കൽ പ്രസക്തമാകുന്ന പല തലങ്ങളുണ്ട്. അതിലൊന്നാമതായി, കളഞ്ഞു കിട്ടിയ വസ്തുക്കൾ എങ്ങനെയാണ് കൈവശമാക്കാൻ പറ്റുന്നത്? അതിനെക്കുറിച്ചുള്ള ചില വ്യവസ്ഥകളുണ്ട്. ഉടമസ്ഥൻ അറിയാതെ കളഞ്ഞു പോകുന്ന വസ്തുക്കളാണ്, അത് മറ്റൊരാൾക്ക് കിട്ടുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് നിയമങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. അത് ഒന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്, ഉടമസ്ഥന് ഉണ്ടെങ്കിൽ ആ ഉടമസ്ഥന് നമ്മൾ തിരികെ നൽകണം. ഉടമയുടെ അവകാശങ്ങൾ ഈ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് നഷ്ടപ്പെടുന്നില്ല. കേടുകൂടാതെ സൂക്ഷിക്കാനും ഉടമസ്ഥനെ കണ്ടുപിടിച്ച് തിരികെ ഏൽപ്പിക്കാനും നമുക്ക് ഓരോരുത്തർക്കും കടമയുണ്ട്. ചിലവ് അത് നമ്മളിങ്ങനെ സൂക്ഷിച്ച് വയ്ക്കുകയും ഉടമസ്ഥനെ കണ്ടുപിടിച്ച് തിരികെ കൊടുക്കാനും എന്തെങ്കിലുമൊക്കെ ചിലവ് വന്നു കഴിഞ്ഞാൽ ആ ചിലവ് ഉടമസ്ഥനിൽ നിന്ന് നമുക്ക് ഈടാക്കാവുന്നതുമാണ്. ഇനിയും ന്യായമായ അന്വേഷണം നടത്തിയിട്ടും ഉടമയെ കിട്ടിയില്ലെങ്കിൽ ആ വസ്തു സ്വന്തമായി ഉപയോഗിക്കാം. അതുപോലെ തന്നെ വളർത്തുമൃഗങ്ങൾ ഇതേ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നാണ് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളൊക്കെ പറയുന്നത്. വന്യമൃഗങ്ങളൊക്കെ സർക്കാരിൻ്റെ സമ്പത്താണ്, അത് നമുക്ക്
സ്വന്തമാക്കാൻ അവകാശമില്ല. ഉപേക്ഷിക്കപ്പെട്ട വസ്തുക്കളെ സംബന്ധിച്ചിട്ടുള്ള ചില അറിവുകളാണ് നമ്മൾ ഇനി മനസ്സിലാക്കേണ്ടത്. ഫ്രീലി അബാൻഡൻഡ് ഓബ്ജക്ട്സ്. ആരെങ്കിലും സ്വന്തം ഉടമസ്ഥതയിലുള്ള വസ്തുക്കൾ സ്വമേധയാ ഉപേക്ഷിച്ചാൽ ആദ്യം കൈവശപ്പെടുത്തുന്നയാൾക്ക് അത് അവകാശപ്പെടുത്താം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരാൾ വീട് വിറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചില സാധനങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റാത്തതായിട്ട് വരും. ഉദാഹരണം പറഞ്ഞാൽ ചില ഉപകരണങ്ങൾ, ആ ഉപകരണങ്ങൾ അദ്ദേഹം കൊണ്ടുപോകുന്നില്ല, അവിടെ ഇട്ടിട്ട് പോവുകയാണ്. ആ ഇട്ടിട്ട് പോകുന്ന വസ്തു വേറൊരാൾക്ക് സ്വന്തമാക്കാവുന്നതാണ്. അതുപോലെ എന്തെങ്കിലും നിർബന്ധിത സാഹചര്യത്തിൽ ഉടമ തൻ്റെ വസ്തുക്കൾ ഉപേക്ഷിക്കാൻ ഇടയായതാണെങ്കിൽ അത് കളഞ്ഞു കിട്ടിയ വസ്തുക്കളായി കണക്കാക്കണം. അവ ഉടമസ്ഥന് അവകാശപ്പെടാവുന്നതുമാണ്. ഉദാഹരണം പറഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത കാലത്ത് നമുക്ക് ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ അവർക്ക് ആ നാട് വിട്ട് വേറൊരു അഭയസ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു എന്ന് വിചാരിച്ച് അവിടെ പോയവരുടെ വസ്തുക്കൾ മറ്റൊരാൾക്ക് എടുക്കാൻ പറ്റത്തില്ല. അത് അവരുടെ സ്വന്തമായിട്ട് ഇപ്പോഴും കിടക്കുകയാണ്. അവർ തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് അവരുടെ വസ്തുക്കളെ ഉപയോഗിക്കാം. അതുകൊണ്ട് അങ്ങനെയുള്ള വസ്തുക്കൾ, നിർബന്ധിത സാഹചര്യത്തിൽ ഉപേക്ഷിച്ചു പോകുന്ന വസ്തുക്കളെ നമുക്ക് സ്വന്തമാക്കാൻ പറ്റുകയില്ല. ഒരാൾ വിൽപ്പത്രം എഴുതാതെ മരിക്കുകയും അയാൾക്ക് ബന്ധുക്കളോ അവകാശികളോ ഇല്ലാതിരിക്കുകയും ചെയ്താൽ അത് കൈവശപ്പെടുത്തുന്ന ആൾക്ക് ഉള്ളതല്ല, അത് സർക്കാരിനുള്ളതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഈ പൊതു സ്വത്തുക്കളെക്കുറിച്ചും ഒക്കെ പറയുമ്പോൾ തന്നെ അങ്ങനെയാണ്. ആരും അവകാശങ്ങളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അത് സർക്കാരിന് ആ അവകാശം പോകും. അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിധിയെക്കുറിച്ചാണ്, ട്രഷർ. ഇന്ന് നിധികളെക്കുറിച്ച് പലതരത്തിലുള്ള സ്ഥലങ്ങളിലും പല നിധികളും ഉള്ള വാർത്തകൾ കണ്ടുകിട്ടിയെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. എന്താണ് നിധി? വിലപിടിപ്പുള്ളതും മണ്ണിൽ മറിഞ്ഞിരിക്കുന്നതും ഉടമസ്ഥനില്ലാത്തതും അത് നമുക്ക് ഇളക്കിയെടുക്കാൻ കഴിയുന്നതുമായ വസ്തുക്കൾ. അത് പുരാവസ്തുക്കളാകാം, നാണയങ്ങളാകാം, ആഭരണങ്ങളാകാം, പണമാകാം. ഇതൊക്കെ ആ നിധിയുടെ കീഴിൽ വരുന്നതാണ്. ഉടമസ്ഥനില്ലാത്തത് കൊണ്ട് ആദ്യം കൈവശപ്പെടുത്തുന്നയാൾക്ക് നിധി സ്വന്തമാക്കാം. ഓരോ രാജ്യത്തിൻ്റെയും നിയമം അനുസരിച്ച് വേണം അത് സ്വന്തമാക്കാൻ. നിധി ഉണ്ടെന്ന് മനസ്സിലാക്കി സ്ഥലം സ്വന്തമാക്കുന്നത് തെറ്റല്ല, എങ്കിലും അന്യായമായി അത് കൈവശമാക്കുന്നത് തെറ്റാണ്. രണ്ടാമതായി കൂട്ടിച്ചേർക്കലാണ് സ്വത്ത്, ഉടമസ്ഥാവകാശത്തിലേക്കുള്ള കൂട്ടിച്ചേർക്കൽ. മുഖ്യ വസ്തുവിൻ്റെ ഉടമസ്ഥന് അതിനോട് കൂടിച്ചേരുന്ന അനുബന്ധ വസ്തുക്കളുടെയും ഉടമസ്ഥാവകാശം ലഭിക്കുന്നുണ്ട്. അനുബന്ധ വസ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളൊരു വീടിന് പണിതു, ആ വീടിനോട് ചേർന്ന് കുറച്ച് കഴിയുമ്പോൾ വേറൊരു ഷെഡും കൂടെ പണിതു. അത് ആ മുഖ്യ വസ്തുവിനോട് കൂടിച്ചേരുന്ന വസ്തുവാണ്. അപ്പോൾ അത് സ്വന്തമാക്കാവുന്നതാണ്. മുഖ്യ വസ്തു ഉൽപ്പാദിപ്പിക്കുകയോ അതിനോട് കൂട്ടിച്ചേർക്കുകയോ അതിനെ പൂർത്തിയാക്കുകയോ അതിനെ ആശ്രയിച്ച് നിൽക്കുകയോ ചെയ്യുന്ന എന്തും അത് സ്വന്തമാക്കുക. അധിക വസ്തുക്കളുണ്ട്, സ്വാഭാവികമായി അത് നാച്ചുറലായിട്ട് വരുന്നതാണ്. മൃഗങ്ങളും വൃക്ഷങ്ങളും ഒക്കെ, മൃഗങ്ങളുടെ ഉൽപ്പാദനം കൊണ്ട് വരുന്ന വസ്തുക്കൾ, ഈ വൃക്ഷങ്ങൾ, വൻമരങ്ങൾ, അതിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ, അതൊക്കെ അധിക വസ്തുക്കളായി സ്വാഭാവികമായി നാച്ചുറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇനി കൃത്രിമമായി, ആർട്ടിഫിഷ്യൽ, അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു വീടിനോട് ചേർന്ന് ഒരു മുറി കൂട്ടിച്ചേർക്കുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പോൾ അങ്ങനെയുള്ളൊരു വീട് ഒരാൾ വാടകയ്ക്കെടുത്തു. ആ വാടകയ്ക്കെടുത്ത ആൾ അതിനോട് സൗകര്യത്തിന് വേണ്ടി ഒരു ഷെഡും കൂടെ പണിതു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ വാടക കാലം കഴിഞ്ഞു, അത് തിരിച്ചു പോകുമ്പോൾ ആ പണിത ഷെഡിൻ്റെ അവകാശം ഈ വാടകക്കാരനല്ല, മറിച്ച് കെട്ടിടത്തിൻ്റെ ഉടമയ്ക്കാണ്. ഞാനാണിത് പണിതത് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിന് അവകാശം പറയാൻ കഴിയുകയില്ല. അടുത്തതായി, ഉടമസ്ഥാവകാശം കാലഹരണപ്പെടുകയാണെങ്കിൽ ആ വസ്തു കൈവശം വെച്ചിരിക്കുന്ന ആൾക്ക് ലഭിക്കുകയും ഉത്തമമായ വിശ്വാസത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ ഗുഡ് ഫെയ്ത്ത് അതിനുണ്ടാകണം. ആ ഗുഡ് ഫെയ്ത്തിൻ്റെ കാലം കഴിഞ്ഞ് പോകുന്നതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം.
കൈവശം ഇരിക്കുന്ന കാലത്ത് ആരെങ്കിലും അവകാശം ഉന്നയിച്ചാൽ ഗുഡ് ഫെയ്ത്തിൽ പോലും അത് നമുക്ക് സൂക്ഷിക്കാൻ കഴിയുകയില്ല. നമ്മുടെ കടമകളിൽ നിന്നുള്ള വിടുതൽ കാലഹരണപ്പെടൽ വഴി നടക്കുകയാണ്. അപ്പം കടം വാങ്ങിയ പണം അത് കൊടുത്ത ആൾ മറന്നുപോയി, വാങ്ങിയ ആളും മറന്നുപോയി. ഏതെങ്കിലും ഒരു കാലത്ത് അതിനെക്കുറിച്ച് ഓർക്കുകയും അത് തിരിച്ചു ചോദിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ കൊടുക്കാനും നമുക്ക് അവകാശമുണ്ട്. ഈ കാലഹരണപ്പെടൽ നടക്കാനുള്ള പല വ്യവസ്ഥകളുണ്ട്. ഒന്നാമതായി, വസ്തു സ്വകാര്യ ഉടമസ്ഥതയ്ക്ക് സാധിക്കുന്നതാകണം. പൊതുവസ്തുക്കൾ, സർക്കാർ ഭൂമി എത്ര നാൾ കൈവശമിരുന്നാലും കാലഹരണപ്പെടുന്നില്ല. വസ്തു സ്വകാര്യ അധീനതയിലായിരിക്കണം. രണ്ടാമതായി, നിയമം ആവശ്യപ്പെടുന്ന കാലം അത്രയും തുടർച്ചയായി വസ്തു കൈവശമുണ്ടായിരിക്കണം. മൂന്നാമതായി, തൻ്റെ കൈവശമുള്ള വസ്തുവിന് ഉടമസ്ഥനില്ലാത്തതാണെന്ന് ഉത്തമ വിശ്വാസം ഉണ്ടായിരിക്കണം. നാലാമതായി, കാലാവധിയുടെ പൂർത്തീകരണം. നിയമപ്രകാരമുള്ള കാലാവധി പൂർത്തിയാക്കിയാലേ കാലഹരണപ്പെടുകയുള്ളൂ. അപ്പോൾ ഇത്രയും വ്യവസ്ഥകൾ ഈ കാലഹരണപ്പെടലിൽ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്നിരുന്നാലേ ആ വസ്തു സ്വന്തമാക്കാൻ കഴിയുകയുള്ളൂ. ഇനി എങ്ങനെയാണ് കാലപരിധി നിർണ്ണയിക്കുന്നത്? അത് ആ വസ്തുവിൻ്റെ മൂല്യവും പ്രാധാന്യവും അനുസരിച്ചായിരിക്കാം. ഓരോ ഗവൺമെൻറ്റിനും അതിൻ്റേതായ ചില നിയമങ്ങൾ പറയുന്നുണ്ട്. കുറഞ്ഞ മൂല്യമുള്ളതിന് 3 വർഷമെന്നും സ്ഥാവര വസ്തുക്കൾക്ക് 5 വർഷമെന്നും അതുപോലെ തന്നെ അവകാശം നഷ്ടപ്പെട്ടവയ്ക്ക് 20 വർഷമെന്നും ഇത്രയൊരു കാലാവധിയുണ്ട്. ആ കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യവസ്ഥകളൊക്കെ പാലിച്ചുകൊണ്ട് ആ വസ്തു സ്വന്തമാക്കാവുന്നതാണ്. ഈ ഉടമസ്ഥാവകാശത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അത് ഉടമ്പടി, കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ എങ്ങനെയാണ് ഒരു വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം ലഭിക്കുന്നത്? നിയമപരമായും ധാർമ്മികമായും നിലനിൽക്കുന്ന പരസ്പര അവകാശങ്ങളുടെ ധാരണയാണ് ഉടമ്പടിയുടെ ആധാരം എന്ന് പറയുന്നത്. പരസ്പരം ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ ഉടമ്പടിയിൽ ഏർപ്പെടുന്ന കക്ഷികൾ സ്വമേധയാ സമ്മതിക്കുന്നു. ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും നമുക്ക് ഉടമസ്ഥാവകാശം കൈവരുന്നത് ഏതെങ്കിലും ഉടമ്പടി പ്രകാരമായിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഇത്ര രൂപയ്ക്ക് ഇത്ര സമയത്തേക്ക് ഇന്ന ജോലി ചെയ്തു തീർക്കാമെന്ന് ഉടമ്പടി ചെയ്യുകയാണ്. അത് ജോലി കഴിയുമ്പോൾ ആ ഉടമ എന്താണ്, ആ പറഞ്ഞ കൂലി അദ്ദേഹത്തിന് കൊടുക്കും. അതായത് കഴിയുമ്പോൾ നിശ്ചിത തുകയുടെ ഉടമയാകുന്നു അദ്ദേഹം. സ്ഥലത്തിൻ്റെ ക്രയവിക്രയം, വസ്തുക്കളുടെ വിനിമയം, സേവന മേഖലകളൊക്കെ ഈ വ്യവസ്ഥയിൽ പെടുന്നതാണ്. വസ്തുക്കളുടെ മൂല്യമനുസരിച്ച് ഉടമ്പടി ഔപചാരികമാവുകയും ചെയ്യുന്നുണ്ട്. ഔപചാരികമല്ലാത്തത് നമുക്ക് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ബസ്സിൽ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യുമ്പോൾ കൃത്യ സ്ഥലത്ത് ഇറക്കണം. അതൊരു ഔപചാരികതയില്ല അത്, എന്നാൽ അതൊരു ഉടമ്പടി. ആ ടിക്കറ്റ് എടുക്കുമ്പോൾ ആ ബസ്സിൻ്റെ ഉടമസ്ഥരും യാത്രക്കാരും തമ്മിൽ ഒരു ഉടമ്പടി ആവുകയും ചെയ്യുന്നുണ്ട്. ഈ സാധുവായ ഉടമ്പടി നടക്കാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്നാമതായി, ഉടമ്പടിയിൽ ഏർപ്പെടുന്ന വ്യക്തികൾ, പേഴ്സൺസ്, അവർക്ക് എന്താണ് നിയമം പറയുന്നത്? അവർ 18 വയസ്സ് തികഞ്ഞവരായിരിക്കണം, സാമാന്യ ബുദ്ധി ഉള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത്. സാമാന്യ ബുദ്ധി എന്ന് പറയുമ്പോൾ ഈ ഉടമ്പടിയെക്കുറിച്ചുള്ള അവകാശങ്ങളും കടമകളും തിരിച്ചറിയാനുള്ള ബുദ്ധി അതുണ്ടായിരിക്കണം. രണ്ടാമതായി, ഉടമ്പടിയുടെ വിഷയത്തെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണം. ഭൗതികമായി സാധ്യവും ധാർമ്മികമായി നല്ലതുമായിരിക്കണം. അതായത് അസാധ്യമായ കാര്യങ്ങൾ ഉടമ്പടിയുടെ വിഷയമാകരുത്. അധാർമികമായതും ഉടമ്പടിയുടെ വിഷയമാകരുത്. ഉദാഹരണം പറഞ്ഞാൽ കൊലപാതകം, അത് ഒരു അധാർമിക വിഷയമാണ്, അത് ഉടമ്പടിയിൽ വരുന്നില്ല. വിഷയം കൃത്യമായി വേർതിരിക്കണം. അതായത് ഇത്ര എണ്ണം, ഇത്ര അളവ്, ഇന്ന ഇനം എന്നൊക്കെ പറഞ്ഞ് ആണ് ഉടമ്പടി നമ്മൾ വ്യവസ്ഥ വെക്കുന്നത്. വിഷയം ഉടമ്പടിയിൽ ഏർപ്പെടുന്നവരുടേതാകണം. അന്യൻ്റെ മുതൽ ഉടമ്പടിയുടെ വ്യവസ്ഥയാകരുത്. അപ്പോൾ മറ്റൊരാളുടെ വസ്തു വെച്ചുകൊണ്ട് വേറെ 2 പേര് ഉടമ്പടി ചെയ്യാൻ പാടില്ല. മൂന്നാമതായി, സമ്മതം, കൺസെൻറ്റ്. ഉടമ്പടിയിൽ ഏർപ്പെടുന്നവരുടെ സമ്മതം ഉടമ്പടിയുടെ
ജീവനാണ്. അതുകൊണ്ട് രണ്ടുപേരും സമ്മതം ഉള്ളവരായിരിക്കണം, സ്വതന്ത്രമായിരിക്കണം. ഭയത്തിൻ്റെ പേരിൽ, തെറ്റായി വിവരം കൊടുത്തതിൻ്റെ പേരിൽ, സമ്മർദ്ദങ്ങളുടെ പേരിൽ ഒന്നും ഉടമ്പടി ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ബാഹ്യമായി വേണം ഈ സമ്മതം പ്രകടിപ്പിക്കാൻ. അതായത് ഒപ്പിടുക, മുദ്രപത്രത്തിൽ എഴുതുക, ഇങ്ങനെയൊക്കെയാണ് ഉടമ്പടി ചെയ്യേണ്ടത്. രണ്ട് കക്ഷികളും ഉടമ്പടിക്ക് സമ്മതം അറിയിക്കണം. ഇനിയും ഉടമസ്ഥ അവകാശത്തിലെ നീതി ലംഘനങ്ങളും പ്രധാനപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് നമ്മൾ അറിവുള്ളവരായിരിക്കണം. പലതരത്തിൽ ഉടമസ്ഥാവകാശം ലംഘിക്കപ്പെടുകയും അത് ഉടമയ്ക്ക് അനീതിയാവുകയും ചെയ്യാം. അത് പല സാഹചര്യങ്ങളാണ് അങ്ങനെ വരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് മോഷണം. ഉടമസ്ഥൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി അയാളുടെ വസ്തു കൈക്കലാക്കുന്നതാണ് മോഷണമെന്ന് പറയുന്നത്. ബലം പ്രയോഗിച്ച് കൈക്കലാക്കുന്നത് കവർച്ചയാണ്. മോഷണം ഗൗരവമായ തിന്മയും പാപവുമാണ്. കാരണം അത് മറ്റൊരാളുടെ ഉടമസ്ഥാവകാശം ലംഘിക്കുന്നുണ്ട്. രണ്ട് സന്ദർഭങ്ങളിൽ ഉടമയ്ക്ക് തൻ്റെ വസ്തുവിൻ്റെ ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരാൾക്ക് ഉടമസ്ഥാവകാശം നഷ്ടപ്പെടുന്നത്. ഒന്നാമതായി എക്സ്ട്രീം നെസസിറ്റി, അങ്ങേയറ്റത്തെ ഒരു ആവശ്യസ്ഥിതി വരികയാണ്. എവിടെ നിന്നെങ്കിലും അടിയന്തരമായ സഹായം ലഭിച്ചില്ലെങ്കിൽ ജീവിതവും മുന്നോട്ട് പോകില്ല എന്ന അവസ്ഥയിൽ എത്തിപ്പെടുന്ന സാഹചര്യമാണിത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയാണ്. പട്ടിണി ഏറ്റവും കഠിനമായിരിക്കുന്ന അവസരത്തിൽ പലരോട് സഹായം ചോദിച്ചു, കിട്ടിയില്ല. അങ്ങനെ ജീവൻ നിലനിർത്താൻ വേണ്ടി ഒരപകർഷണം എടുത്തു. അങ്ങനെ വരുന്ന അവസരത്തിൽ അത് നീതീകരിക്കപ്പെടാം. ഭക്ഷണത്തിനും മരുന്നിനും ചിലപ്പോൾ പാർപ്പിടത്തിനും ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയിൽ വ്യക്തികൾ അപകടാവസ്ഥയിലേക്ക് മാറുന്ന സാഹചര്യമാണത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ സാഹചര്യം മറികടക്കാൻ വേണ്ടി ഒരാൾക്ക് മറ്റൊരാളുടെ വസ്തുവിൽ നിന്ന് എടുക്കാം. അങ്ങനെ എടുക്കുന്നത് മോഷണമല്ല, ഇവിടെ ജീവൻ നിലനിർത്താനുള്ള അവകാശമാണ് പ്രധാനപ്പെട്ടത്. ഇങ്ങനെ എടുക്കുന്നത് ചില വ്യവസ്ഥകൾക്കും വിധേയമായിരിക്കണമെന്നാണ് പറയുന്നത്. അതായത് സഹായം തരാൻ സാധിക്കുന്നവരെ ആദ്യം നമ്മൾ സമീപിക്കണം. ചോദിച്ചിട്ട് എവിടെ നിന്നും ലഭിച്ചില്ലെങ്കിൽ അത്യാവശ്യ പ്രതിസന്ധി മറികടക്കാൻ ആവശ്യമായത് മാത്രം എടുക്കുക. ഇപ്പോൾ വിശപ്പ് മാറ്റാൻ ഒരു കഷ്ണം ബ്രെഡാണ് ആവശ്യമെങ്കിൽ അത് മാത്രം എടുക്കുക, കൂടുതൽ എടുക്കാതിരിക്കുക. നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരിൽ നിന്ന് എടുക്കാവൂ. പട്ടിണി കിടക്കുന്ന ഒരാളുടെ വസ്തു എടുക്കരുത്, കാരണം അദ്ദേഹവും പട്ടിണിയിലേക്ക് മാറ്റപ്പെടാവുന്നതാണ്. എടുത്ത വസ്തു ഉപയോഗിക്കേണ്ടി വന്നില്ലെങ്കിൽ അത് ഉടമസ്ഥന് തന്നെ തിരിച്ചു കൊടുക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്യുക. അങ്ങേയറ്റത്തെ ആവശ്യസ്ഥിതിയിൽ എടുക്കണമെന്നില്ല. എന്നാലും മരിച്ചോട്ടെ അല്ലേ, ആരുടെയും ഒന്നും എടുക്കില്ല എന്നും വേണമെങ്കിൽ നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. എന്നാൽ ആരെങ്കിലും എടുത്താൽ ന്യായീകരണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ധാർമ്മിക ന്യായീകരണമുണ്ടെങ്കിലും കോടതിയുടെയും സമൂഹത്തിൻ്റെയും മുമ്പാകെ ഇത് മോഷണമാണ്. സാഹചര്യം മനസ്സിലാക്കി കോടതി എന്തെങ്കിലും അനുഭാവം കാണിച്ചേക്കാം എന്ന് മാത്രം. ഗോപ്യമായ നഷ്ടപരിഹാരം, ഒക്കൾട്ട് കോമ്പൻസേഷൻ, ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരാളിൽ നിന്ന് താൻ അനുഭവിച്ച അനീതിക്ക് പകരമായി അവസാനത്തെ മാർഗമെന്ന നിലയിൽ അയാളുടെ വസ്തുവിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാം. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ദിവസം ഒരാളെ നമ്മൾ കൂലിക്ക് വിളിച്ചു, പണിക്ക് വിളിച്ചു. ആ പണിക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിന് 500 രൂപയാണ് കൊടുക്കേണ്ടത്. പക്ഷേ ഉടമസ്ഥൻ പറയാണ്, നീ 500 രൂപയ്ക്കൊന്നും പണിയെടുത്തില്ല, ഞാൻ 300 രൂപയെ തരികയുള്ളൂ എന്ന് പറഞ്ഞാൽ അത് ശരിയാകില്ല. അത് അയാളോട് കാണിക്കുന്ന അനീതിയാണത്. അപ്പോൾ അയാൾക്ക് ഈ ഉടമസ്ഥനിൽ നിന്ന് ബാക്കി 200 രൂപ ഈടാക്കാം. അദ്ദേഹത്തിൻ്റെ ചിലപ്പം ഈ തേങ്ങ ഇടുന്ന തെങ്ങേറ്റക്കാരാണെങ്കിൽ അതിൽ തേങ്ങ എടുത്തുകൊണ്ട് പോകാം, അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ അത് ചില വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ആയിരിക്കണമെന്ന് മാത്രം. ആ വ്യവസ്ഥകൾ എന്താണ്? ഒന്നാമതായി, കൃത്യമായും കിട്ടേണ്ട അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടുണ്ടായിരിക്കണം.
ജോലിക്ക് പറഞ്ഞുറപ്പിച്ച മുഴുവൻ തുകയും തരാത്തപ്പോൾ, കടം വാങ്ങിയ തുക തിരിച്ചു തരാത്തപ്പോൾ അപ്പോൾ അത് കൃത്യമായിരിക്കണം. രണ്ടാമതായി, ഒരാൾക്ക് കിട്ടാനുള്ള തുക നിശ്ചിതമായിരിക്കണം, യഥാർത്ഥത്തിൽ ഉള്ളതുമായിരിക്കണം, സംശയത്തിൻ്റെ പേരിലൊന്നും ആകാൻ പാടില്ല. മൂന്നാമതായി, നഷ്ടം നികത്താനുള്ള തുക മാത്രമേ എടുക്കാവൂ. എനിക്ക് 200 രൂപയാണ് കിട്ടാനുള്ളതെങ്കിൽ ആ 200 രൂപയ്ക്ക് ഉള്ളത് മാത്രമേ എടുക്കാവുള്ളൂ, കൂടുതലായിട്ട് എടുക്കാൻ പാടില്ല. നാലാമതായി, നഷ്ടപരിഹാരം രഹസ്യമായി ഈടാക്കുമ്പോൾ ഉടമയ്ക്ക് അന്യായമായ നഷ്ടങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു 200 രൂപയുടെ നഷ്ടപരിഹാരമാണ് ഈടാക്കുന്നതെങ്കിൽ അയാൾക്കൊരു 500 രൂപയുടെ നഷ്ടം വരുത്തിയിട്ട് ഈടാക്കുമ്പോൾ അത് അന്യായമായിരിക്കും. അഞ്ചാമതായി, ഇത് അവസാനത്തെ ശ്രമം എന്ന നിലയിൽ മാത്രമേ നടത്താവൂ. അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്യണമെന്നുമില്ല, നഷ്ടം സഹിക്കാൻ നമുക്ക് തയ്യാറാകാം. അതൊരു നന്മ പ്രവൃത്തിയും കൂടെയാണ്. ഒരാൾ ചെയ്യുന്നത് പോലെ എല്ലാവരും ചെയ്താൽ ശരിയാവുകയില്ലല്ലോ. എന്നാൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്താൽ അവരെ കുറ്റപ്പെടുത്താനും ആകത്തില്ല. അടുത്തതായി, ഇത്രയും നേരം നമ്മൾ പറഞ്ഞു ഉടമസ്ഥ അവകാശത്തെക്കുറിച്ചാണ്. ഇനി അടുത്തൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇതിനോട് ചേർന്ന ഒരു കാര്യമാണ്, അതാണ് തട്ടിപ്പ്, ഫ്രോഡ്. മറ്റൊരാളുടെ മുതൽ ശരിയായ പ്രവൃത്തിയാണെന്ന വ്യാജേന അന്യായമായി കൈവശപ്പെടുത്തുന്നതാണ് ഈ തട്ടിപ്പ് എന്ന് പറയുന്നത്. അത് അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുക, കള്ള ഒപ്പിട്ട് കാര്യങ്ങൾ സാധിക്കുക, ഈ പാലിൽ വെള്ളം ചേർക്കുക, കച്ചവട വസ്തുവിൻ്റെ പോരായ്മകളൊക്കെ മറച്ചു വയ്ക്കുക, ഇങ്ങനെ ഒത്തിരിയേറെ തട്ടിപ്പുകൾ ഈ നാട്ടിൽ നടക്കുന്നുണ്ട്. എല്ലാ തട്ടിപ്പുകളും അന്യായമാണ്, അനീതിയാണ്, അത് മോഷണത്തിന് തുല്യമാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അന്യായമായ കഷ്ടനഷ്ടങ്ങൾ, അൺജസ്റ്റ് ഡാമേജ്, അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇങ്ങോട്ടൊന്നും നേടാതെ മറ്റൊരാൾക്ക് അന്യായമായി നഷ്ടം വരുത്തുകയോ ക്ലേശമുണ്ടാക്കുകയോ ചെയ്യുന്നതെല്ലാം ഈ ഗണത്തിൽ പെടുന്നതാണ്. ഒരു വസ്തു നശിപ്പിച്ച് കളയുക, ഒരാൾക്ക് പേരുദോഷം ഉണ്ടാക്കുക, മറ്റൊരാളുടെ ആനുകൂല്യങ്ങൾ തടയുക, ഇതൊക്കെ ഈ ഓഫീസുകളിലും ഉദ്യോഗസ്ഥ തലങ്ങളിലുമൊക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. അതുപോലെ പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കുക, അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പൊതുസ്ഥലങ്ങൾ വൃത്തികേടാക്കുന്നത്, അതുപോലെ തന്നെ പൊതുമുതൽ നശിപ്പിക്കുന്നത്, അതിലും പ്രധാനപ്പെട്ടതാണ് നമ്മൾ മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത്. നമ്മുടെ അതൊരു സ്വഭാവത്തിൻ്റെ ഭാഗമായി മാറിയോന്ന് വരെ സംശയിക്കണം. ഒരിക്കലും നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാതെ അന്യായമായി നഷ്ടം വരുത്തുന്നതിന് തുല്യമാണ്. അന്യായമായി നഷ്ടം വരുത്തുന്നത് അനീതിയാണെന്ന് നമ്മളെപ്പോഴും തിരിച്ചറിയണം. അങ്ങനെ നഷ്ടം വരുത്തിയാൽ അതിന് പരിഹാരം ചെയ്യാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. അത് നമ്മുടെ കടമ കൂടിയാണ്. അടുത്തത് നമ്മൾ മറ്റൊരു വിഷയം പ്രധാനപ്പെട്ടത് അന്യായ പലിശ വാങ്ങുന്നതാണ്. ബൈബിളിൽ പലിശ വാങ്ങുന്നത് തെറ്റാണ് എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. പഴയ നിയമത്തിൽ ഉദാഹരണത്തിന് പുറപ്പാടിൻ്റെ പുസ്തകം 25 അധ്യായം 25-ാമത്തെ വാക്യം, ലേവ്യർ 25:36, നിയമാവർത്തനം 23:19, ഇവിടെയൊക്കെ അന്യായ പലിശയെക്കുറിച്ച് ആകുന്നുണ്ട്. അതുപോലെ തന്നെ സങ്കീർത്തനത്തിലും നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്രായേൽക്കാരിൽ നിന്ന് പലിശ വാങ്ങാൻ പാടില്ല, വിജാതീയരിൽ നിന്ന് വാങ്ങുക എന്നും പറയുമ്പോൾ ഈ ബൈബിള് ഈ പലിശ വാങ്ങുന്നതിനെ ന്യായീകരിക്കുന്നു എന്ന് പറയുന്നവരുമുണ്ട്. പക്ഷേ ഒരിക്കലും അന്യായ പലിശ വാങ്ങുന്നതിനോട് ബൈബിള് യോജിക്കുന്നില്ല. പുതിയ നിയമത്തിൽ പലിശ വിഷയത്തിൽ നിശബ്ദമാണ്. എങ്കിലും താലന്തുകളുടെ ഉപമ പറയുന്നിടത്ത് ഈ പലിശ വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. ആദിമസഭ ഈ പലിശ വാങ്ങുന്നതിനെ എതിർക്കുന്നുണ്ട്. ഈ കാഴ്ചപ്പാടിന് മാറ്റം വന്നത് പണത്തിൻ്റെ ഉൽപ്പാദന മൂല്യം, അത് പ്രൊഡക്റ്റീവ് വാല്യൂ അംഗീകരിക്കപ്പെട്ടതോടുകൂടിയാണ്. അതുകൊണ്ടാണ് ഈ ബാങ്കുകളുടെ ഒരു പലിശ നിരക്കുണ്ട്. ആ പലിശ നിരക്കനുസരിച്ച് നമുക്ക് പലിശ വാങ്ങാം. ഇപ്പോൾ ആൾക്കാരും അങ്ങനെ മറ്റുള്ളവർക്ക് പലിശ, സാധാരണ മിനിമം പലിശയിൽ പണമൊക്കെ വായ്പ കൊടുക്കുന്നുണ്ട്. അത് ധാർമ്മികമായ കാഴ്ചപ്പാട് അതിനുണ്ടായിരിക്കണമെന്ന് മാത്രം. അതിന് ചില കാര്യങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാതെ വായ്പ കൊടുക്കുക എന്നതാണ് ക്രിസ്തീയ സമീപനം.
നമുക്ക് എല്ലാവർക്കും അങ്ങനെ കഴിയുകയില്ലെങ്കിലും സാധിക്കുന്നവർക്കൊക്കെ അങ്ങനെ ചെയ്യാവുന്നതാണ്. പണത്തിൻ്റെ ഉൽപ്പാദന മൂല്യം പരിഗണിക്കുമ്പോൾ മിതമായ നിരക്കിൽ പലിശ ഈടാക്കുന്നത് തെറ്റല്ല. ബാങ്കിങ് സിസ്റ്റം അതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ ബാങ്കിങ് നിലവിൽ വന്നപ്പോൾ ക്രയവിക്രയങ്ങളൊക്കെ അതുപോലെയായി. മൂന്നാമതായി ബ്ലേഡ് പലിശ എന്നൊക്കെ പറയില്ല, കൊള്ളപ്പലിശ, അതൊക്കെ വലിയ തെറ്റാണ്, പാപവുമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. നാലാമതായി പലിശയുടെ മിതമായ തോത് എല്ലാവർക്കും ഒരുപോലെയല്ല, എങ്കിലും അമിതമാകാൻ പാടില്ല. ഓരോ രാജ്യത്തിനും അതിൻ്റേതായ നിയമവ്യവസ്ഥകളുണ്ട്, അതൊക്കെ പാലിക്കണം. ഇനിയും കടം വാങ്ങിയ ആൾ, അഞ്ചാമതായി കടം വാങ്ങിയ ആൾ ഉദ്ദേശകാര്യത്തിനായി ഇരിക്കില്ല ഈ പണം ചെലവഴിച്ചത്. ഉൽപാദനക്ഷമത ഇല്ലാത്ത വിനിയോഗം അത് വളരെ അപകടകരമാണ്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് പണം കടം വാങ്ങിയത്, അതിനുവേണ്ടി അത് ഉപയോഗിക്കാവുള്ളൂ. ഇന്ന് പല കർഷകർക്കും സംഭവിക്കാവുന്ന പ്രശ്നങ്ങൾ അതാണ്. കൃഷിക്ക് വേണ്ടി പണമൊക്കെ വായ്പ എടുക്കുന്നു, പക്ഷേ കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാതെ വേറെ പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുമ്പോൾ അത് തിരിച്ചടയ്ക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. ചികിത്സ, പഠന ചെലവുകൾ, ഈ സാഹചര്യത്തിൽ പലിശ വാങ്ങാതിരിക്കുന്നതാണ് ക്രിസ്തീയ ധാർമ്മികത. ഒരാൾക്ക് നമ്മളൊരു കുട്ടിക്ക് പഠനത്തിന് വേണ്ടി പണം കൊടുക്കുമ്പോൾ അത് പലിശ വാങ്ങാതിരിക്കുന്നത് ഒരു സ്നേഹത്തിൻ്റെ അടയാളം കൂടിയാണ്. അവരെ ഒരു സഹായിക്കുക, അതൊരു ക്രിസ്തീയ മൂല്യം കൂടിയാണ്. അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ്. എന്നാൽ ഉൽപാദനക്ഷമതമായ കാര്യങ്ങൾക്കാണ് പണം കൊടുക്കുന്നതെങ്കിൽ കച്ചവടം, കൃഷി, അതിൽ നിന്ന് ന്യായമായ ഒരു പലിശ വാങ്ങുന്നത് തെറ്റ് ഇല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. ഇനിയും ഈ അന്യായത്തിലെ ഒരു സഹകരണം അത് തെറ്റാണ്. അൺജസ്റ്റ് കോഓപ്പറേഷൻ എന്നാണ് പറയുന്നത്. അന്യായ പ്രവൃത്തികളിൽ സഹകരിക്കുന്നത് അധാർമികമാണ്. ആ സഹകരണം ഭൗതികം മാത്രമാകാം, അല്ലെങ്കിൽ നിവൃത്തികേട് കൊണ്ട്, അതായത് മനസ്സുകൊണ്ട് സഹകരിക്കുന്നതാകാം. എന്തായാലും അത് അധാർമികമാണ്. പൂർണ്ണ അറിവോടും സമ്മതത്തോടും കൂടെ ചെയ്യുന്നത് ഗൗരവമായ തെറ്റാണ്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ചെയ്യേണ്ടിയിരിക്കുന്നു. ഈ സഹകരണം അത് പലതരത്തിലാണ് അന്യായമായ സഹകരണം വരുന്നത്. ഒന്ന് കൽപ്പന, കമാൻഡ്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അന്യായം ചെയ്യുന്നു. പ്രതിഫലം കൽപ്പന കൊടുക്കുന്ന ആൾക്കാണ് അതിൻ്റെ പ്രാഥമിക ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കാം. ഒരാളെ മോഷ്ടിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, നീ പോയി അത് എടുക്കണം എന്ന് പറഞ്ഞ് കൽപ്പന കൊടുക്കുകയാണ്. അപ്പോൾ മോഷ്ടിച്ച ആളേക്കാൾ കൂടുതൽ ഗൗരവമായ ഉത്തരവാദിത്വം അത് കൽപ്പന കൊടുത്ത ആൾക്കാണ്. രണ്ടാമത് ഉപദേശം, കൗൺസൽ. മറ്റൊരാളുടെ ഉപദേശം അനുസരിച്ചോ അല്ലെങ്കിൽ പ്രേരണ അനുസരിച്ചോ വേറൊരാൾക്ക് തിന്മ ചെയ്യുന്നതാണ് ഈ ഉപദേശത്തിൽ വരുന്നത്. സാങ്കേതിക സഹായം ചെയ്യുന്നതും ഇതിൻ്റെയൊക്കെ കൂടെ നമ്മൾ കാണേണ്ടതാണ്. അന്യായം ചെയ്യുന്ന ആൾക്ക് പ്രാഥമികമായ ഉത്തരവാദിത്വമുണ്ട്. സഹകരിക്കുന്നവർക്ക് രണ്ടാമതായി ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട് എന്ന് മനസ്സിലാക്കണം. മൂന്നാമതായി അന്യായത്തിൽ വരുന്നത് സമ്മതമാണ്, കൺസെൻറ്റ് കൊടുക്കുക. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ കൊടുക്കുന്ന സമ്മതം വേറൊരാൾക്ക് പ്രേരണയാകുന്നതാണത്. സമ്മതം കൊടുത്തില്ലായിരുന്നുവെങ്കിൽ തെറ്റ് ചെയ്യില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു തെറ്റാണെന്ന് അറിഞ്ഞിട്ട് നമ്മളത് സമ്മതം കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമാണ്. മാതാപിതാക്കന്മാർ, അധ്യാപകർ, വൈദികർ, ഗുരുസ്ഥാനത്തുള്ളവർ തുടങ്ങിയവർ പരോക്ഷമായോ പ്രത്യക്ഷമായോ സമ്മതം കൊടുക്കുന്നത് സഹകരണത്തിൽ പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ തെറ്റ് പറഞ്ഞ് തിരുത്തി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അടുത്തതായി നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം മുഖസ്തുതിയാണ്. മറ്റൊരാളെ പ്രശംസിച്ചാലേ അല്ലെങ്കിൽ വെല്ലുവിളിച്ചോ പ്രകോപിപ്പിച്ചോ അന്യായം പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക. അല്ലെങ്കിൽ ചില ഓഫീസുകളിലൊക്കെ അധികാരികളെ ഇങ്ങനെ മുഖസ്തുതി, അവരെ പുകഴ്ത്തിക്കൊണ്ട് കാര്യം സാധിക്കുക, അല്ലെങ്കിൽ അവധി നേടിയെടുക്കാൻ വേണ്ടി, അങ്ങനെയുള്ളതൊക്കെ ഈ തെറ്റാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. അഞ്ചാമതായി അഭയം, ഷെൽട്ടർ. അന്യായം പ്രവർത്തിച്ച വ്യക്തിക്കോ തൊണ്ടി മുതലിനോ ഉപകരണങ്ങൾക്കോ
ഒളിയിടം കൊടുക്കുന്നതും സഹകരണത്തിൽ പെടുന്നതാണ്. അതായത് ഒരാൾ ഒരു വസ്തു മോഷ്ടിച്ചുകൊണ്ട് വന്നു, അപ്പം പെട്ടെന്ന് ആൾക്കാർ ഓടിച്ചുകൊണ്ട് വരികയാണ്. നമ്മൾ പെട്ടെന്ന് അവൻ നമ്മുടെ വീട്ടിലേക്ക് കയറി വന്നു, നമ്മൾ അവന് ഇവിടെ ഒളിച്ചോ എന്ന് പറഞ്ഞ് അവനെ ഒളിപ്പിച്ചു. ആ ഒളിപ്പിക്കുന്നത് അത് തെറ്റിൻ്റെ സഹകരണത്തിൽ പെടുന്നതാണ്. അത് നിയമ സംവിധാനം ഉപയോഗിച്ച് നമ്മൾ അത് മോഷണ വസ്തു മോഷിച്ച ആളെയും നിയമ സംവിധാനത്തിന് ഏൽപ്പിച്ചു കൊടുക്കാൻ കടപ്പെട്ടവരാണ്. ഈ പങ്കാളിത്തം, ശാരീരികമായ പങ്കാളിത്തം വഴി സഹകരിച്ച് അന്യായം ചെയ്യുന്ന രീതിയാണിത്. ഒരാളോട് തെറ്റ് ചെയ്യുന്ന ഒരാളുടെ കൂടെ പോയി ഒപ്പം ചെല്ലുക, ഭൗതികമായി സഹായിക്കുക, പിന്തുണ കൊടുക്കുക, ഇതൊക്കെ ഈ പങ്കാളിത്തത്തിൽപ്പെടും. അത് പാസീവായിട്ടും ചെയ്യാം. പാസീവായിട്ട് സഹകരിക്കുന്നത് തെറ്റാണ് അല്ലേ? അതായത് ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് നടക്കാൻ പോകുന്ന ഒരു അന്യായത്തെക്കുറിച്ച് അറിവ് കിട്ടിയിട്ടും അത് മറച്ചു വയ്ക്കുന്നത്. ഇന്ന് രാത്രിയിൽ അയൽക്കാരൻ്റെ വീട്ടിൽ മോഷണം നടക്കുമെന്ന് നമുക്കറിയാം. ആ മോഷണം നടക്കുമെന്ന് നമ്മൾ അറിഞ്ഞിട്ട് അത് നമ്മൾ മറച്ചു വയ്ക്കുന്നത് തെറ്റാണ്. അത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ, മിലിറ്ററി ഉദ്യോഗസ്ഥർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എല്ലാം ഇങ്ങനെ ഈ നീതി നിർവഹിക്കാൻ കടപ്പെട്ടവരൊക്കെ ഇങ്ങനെ മറച്ചു വയ്ക്കുന്നതൊക്കെ തെറ്റാണ്. അതെല്ലാവർക്കും അത് ബാധകമാണ്. അതേസമയം ജീവൻ പണയപ്പെടുത്തിയോ വലിയ നഷ്ടങ്ങൾ സഹിച്ചോ നമുക്ക് അത് അന്യായം തടയാൻ കടമയില്ല. എന്നാൽ കടപ്പെട്ടവർ ചെയ്യാതിരിക്കുന്നത് വലിയ സഹകരണമാകും. അതുകൊണ്ട് ഈ സാമ്പത്തിക ബന്ധത്തിലെ നീതി നിർവഹണത്തെക്കുറിച്ചുള്ള ഒത്തിരിയേറെ കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. എല്ലാം ഒന്നിനൊന്ന് പ്രധാനപ്പെട്ടതാണ്. ഓരോന്നും ഗൗരവമായി എടുത്തുകൊണ്ട് നമുക്ക് നീതിയോടുകൂടി നമ്മുടെ സ്വത്തും നമ്മുടെ സമ്പത്തും സ്ഥാനമാനങ്ങളും എല്ലാം കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കാം. ദൈവ സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ, സഹോദര സ്നേഹത്തിൻ്റെ വെളിച്ചത്തിൽ എല്ലാം ചെയ്യുമ്പോൾ അത് ഏറ്റവും കൃപയുള്ളതായി തീരുകയും ചെയ്യും. നിങ്ങൾക്കെല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു.